പ്രശാന്തേ, എന്തുവാ ഇങ്ങോട്ട് വന്നേ. എന്താ പറ്റി? വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നമ്മുടെ ഇവിടുത്തെ അമ്പലമില്ലേ, അവിടുത്തെ അമ്പലത്തിലെ പരിപാടി മറ്റൊന്നല്ല. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണം. അത്രമാത്രം അടിപൊളിയാക്കണം ആ പരിപാടി മാത്രം. ആ പരിപാടിയെ കുറിച്ച് നിനക്ക് എന്തുകൊണ്ട് അഭിപ്രായം? എന്തുവാ? അത് തകർക്കണം, നമുക്ക് തകർക്കണം. തബലയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ നിന്നോട്. കണ്ടത്തിലുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വംശനാശ ഭീഷണി നേരിട്ടോണ്ടിരിക്കുന്ന ജീവിയാ. ഞാൻ എന്നെ പിടിച്ച കേസും വഴക്കുമാകും. ഇവിടെ വായിക്കാൻ വരുന്ന തബല വായനക്കാരനോ? തവലയോ? എനിക്ക് ഞാൻ തവള എന്തിയെന്നാ. തവള എന്തി? നീ ആ ഏറ്റിരിക്കുന്നത് തബലക്കാരനെ കൊണ്ടുവരാമെന്നോ? ഇന്ന് ഫൈനൽ റിഹേഴ്സ് ആയി ഇവിടെ. ഞാൻ ഏറ്റ തബലക്കാരനുമാ വരുന്നത്. ഏറ്റ തബലക്കാരനെ പെട്ടെന്ന് അവനെ വിളിച്ച് കാര്യങ്ങൾ പറ. ഞാനൊന്ന് വിളിക്കട്ടെ അവനെ. ഹലോ വിനോദേ, എവിടാ നീ? അയ്യോ, എന്താ പറ്റി? അവിടെ പോയി കിടക്കുവാണോ? എന്നിട്ട് എന്താ പറഞ്ഞു? ആണോ? അപ്പൊ ഇതിൻ്റെ അളവിടും മതി. എനിക്ക് അത്രയേ ഒന്ന് കേട്ടാ മതി. അച്ഛനെ, സംഭവം എന്താണെന്നറിയോ? അവനെ വിളിച്ചപ്പം അവന്റെ അച്ഛൻ നെഞ്ചിനകത്ത് വേദനയായിരുന്നു. അമ്മാച്ചനും കൂട്ടോണ്ട് ഇവനിപ്പോ ഒരു മൈക്ക് സെറ്റ് കടയിൽ പോയി നിൽപ്പുണ്ട്. അതെന്തിനാ മൈക്ക് സെറ്റിന്റെ കടയിൽ അവൻ പോയി നിൽക്കുന്നത്? നെഞ്ചിനകത്ത് അവൻ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പോയി എക്കോ എടുത്തോണ്ട് വരാൻ. അതിന് മൈക്ക് സെറ്റ് കടയിൽ പോയി നിൽക്കുക. എന്തുവായാലും പെട്ടെന്ന് ആളിനെ വിളിച്ച് എനിക്ക് ഇവിടെ റിഹേഴ്സൽ കൊടുക്കണം. ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ. ഇതെന്തോ കാണിക്കുക? എടാ, ഇതെന്തോന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര 2 ദിവസം കൊണ്ട് ഭയങ്കര ഗ്യാസ്. അതിന് അപ്പൊ ഞാൻ ഗ്യാസ് ഉള്ള ഒരു സോഡ വാങ്ങിച്ചു. അപ്പൊ അതിന്റെ അകത്ത് മുടിഞ്ഞ ഗ്യാസ്. അതിനിപ്പോ എന്തോ ചെയ്തത്? ഞാനിപ്പം ജലൂസിന്റെ ഗുളിക ഇട്ടിട്ട് ഇതിന്റെ ഗ്യാസ് മാറ്റിയിട്ട് എനിക്കിത് കുടിക്കണം. ഇതാണോ ഈ കാതകന്റെ വീട്? അല്ല, കാതികന്റെ വീട് ഇതാണോ? കാതികന്റെ വീട് ഇതാ. ആരാ? എന്നെ വിനോദ് മാഷ് പറഞ്ഞിട്ട് വന്നയാ. എന്നിട്ട് എന്തിനു വന്ന? എന്നെ അല്ല, മറ്റേ വിനോദ് മാഷ് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. തബല? അതെ. തബല നീ പഠിച്ചാന്നോ? രാവിലെ ആ വിനോദ് മാഷിന് വീട്ടിൽ പഠിക്കാൻ വേണ്ടി വന്നേ. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ ശിഷ്യനെ വിടുമെന്ന്. അന്നേരം ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴാ ചെണ്ട കൊട്ടണ്ട അത് പറ. ചെണ്ടയോ? ചെണ്ടയല്ല. അല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ ചെണ്ട കൊട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വേണ്ട, ഇവിടെ തബല മാത്രം നീ അടിച്ചാൽ മതി. അത് ഞാൻ അടിക്കാം. തബല അടിച്ചിട്ടുണ്ടോ ഇതിനുമ്പേ? ഇല്ല. ഇവിടെ കയറി നിന്നകത്തോട്ട് കയറി. തബല ഒരു കഥാപ്രസംഗം വായിക്കാൻ പറ്റുമോ? അല്ല, അത് എവിടൊക്കെ അടിക്കേണ്ടതെന്ന് കൈവക്കി കാണിച്ചത് ഞാൻ അടിച്ചോളാം. എനിക്ക് പറ്റത്തില്ല. ഞാൻ രാവിലെ പഠിക്കാൻ വന്നിയാന്ന് പറഞ്ഞല്ലോ. അതിപ്പോ ഫൈനൽ റിഹേഴ്സലിന് സാരമില്ല. നാളെ അവൻ വന്ന് പൊരിച്ചാൻ കയറ്റും. അല്ല, ഇപ്പൊ എല്ലാരും പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ എല്ലാരും തബല പഠിച്ചിട്ടാണോ ഈ അമൃതം എടുത്തോണ്ട് തകിലിന് വായിക്കുന്നേ? അല്ലല്ലോ. ഞാൻ ഈ പെട്ടി പഠിച്ചിട്ടാണോ വീണ എടുത്തോണ്ട് പോയി കച്ചേരി ചെയ്യുന്നേ? അപ്പൊ അതിലൊന്നും കാര്യമില്ല. നീ ഒന്ന് അടിച്ചു കാണിച്ചേ. അയ്യോ, ഉണക്കപ്പാളയുടെ പുറത്ത് ആട്ടുംപിടുക്ക വീഴും പോലെ കേൾക്കും. ഇല്ല, ഞാൻ നല്ലോണം ചെയ്തോളാം. ആശം കൈവക്കി കാണിച്ചാൽ മതി. ഞാൻ നല്ല ഐഡിയ വെറും ചെയ്തോളാം. ആദ്യം എന്തോ പഠിച്ചേ? ആദ്യം തിന്നാനാ പഠിച്ചത്. അയ്യോ, അതല്ല. ഇത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം എന്തോ സംഭവം? അത് ആദ്യം തിന്നാ. അത് എന്നോട് പറഞ്ഞു തന്നായിരുന്നു. പറഞ്ഞായിരുന്നു. നിന്റെ കണ്ണെന്തോടെ ചുമന്ന് കിടക്കുന്നേ? അയ്യോ, അതൊന്നും പറയണ്ട എന്റെ പൊന്നെണ്ണ. എന്നാ ഞാൻ ചുമ്മാ ചോദിച്ചാ? അല്ലല്ല, ഞാൻ പറയാം. എന്നാലും ചോദിച്ചല്ലേ, ഇന്നലെ രാത്രി ഒരുപോലെ ഉറങ്ങിയില്ല. ആരെല്ലാം എടുത്തോണ്ട് പോയോ? അതല്ല, വീട്ടിൽ പാകം വെപ്പിന്റെ പേരും പറഞ്ഞോണ്ട് തൂത്ത് പറയാൻ അടിയായിരുന്നു. അയ്യോ, അതെല്ലാ വീട്ടിലും ഇങ്ങനെ പാകത്തിന്റെ പേര് പറഞ്ഞ അപ്പനും മക്കളും കൂടെ അടി നടക്കുന്നു. നിനക്കിപ്പോ എത്ര സെന്റ് കിട്ടി? ഈ വസ്തുവിനല്ല, പിന്നെ അമ്മ മുട്ട പൊരിച്ചോണ്ട് വന്നപ്പോ ചേട്ടന് കുറച്ച് പാവ കിട്ടിയോളെന്നും പറഞ്ഞോണ്ട് അടി. എന്നെ പൊന്നോ, എന്നെ അടിയാന്നറിയാവോ? ഒരു മുട്ടയ്ക്ക് വഴക്കുണ്ടാക്കി തബല കൊട്ടാൻ വന്നേക്കുവാ. നിങ്ങൾ കുടുംബമൊന്നുമില്ലേ? എനിക്ക് കുടുംബമുണ്ട്. എനിക്ക് 2 ആമക്കളുണ്ട്. അമ്മാര് വന്നാൽ സൂപ്പറായിട്ട് തബല അടിച്ചേ. മൂത്ത മോൻ എന്താ ചെയ്യുവാ? മൂത്ത മോനെ വെളിയില. ഏത് രാജ്യത്ത്? രാജ്യത്തും ഗൾഫിലൊന്നും അല്ല, വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാ. കള്ളു കൂടി ചലമ്പാ. രണ്ടാമത്തോനാ? രണ്ടാമത്തെ ബിടെക്. അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ചെറുക്കനെങ്കിലും. നീ എന്തോ ഈ പറയുന്നേ? ബിടെക് എന്ന് പറഞ്ഞു. ബിടെക് എന്നല്ല പറഞ്ഞ, അവന്റെ കാര്യം ബിടെക്. അവൻ ഇതിന്റെ ബാക്കിയാ. 2 പേരെ കേട്ടത്തില്ലേ? അപ്പന്റെ മോനെ തല്ലിപ്പൊളികളാ. നീ വന്നതല്ല ഉള്ളോടാ. നീ പിന്നെ എനിക്കിട്ടപ്പോ പണിയുന്നത് അങ്ങനെ പറ്റത്തില്ലെന്ന്. ഇവിടെ കാതികനെ നിനക്കറിയാൻ പറ്റത്തോണ്ടാ. ഭയങ്കര ശർക്കരക്കാരനാ, കർക്കശക്കാരനാ. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ. പ്രശാന്തേ, ഞാൻ പറഞ്ഞില്ലയോ? പിന്നെ ആള് വന്നോ? ആള് വന്നല്ലോ. ഇങ്ങനെ അവന്റെ കാലയിലൊന്ന് നോക്കിയേ. എന്താ ഷൂ ആന്ന് പറഞ്ഞിട്ടെന്ന് വന്നേക്കുവാ. അതൊന്നും നോക്കണം. നമ്മുടെ പരിപാടിയുടെ റിഹേഴ്സൽ അങ്ങോട്ട് തുടങ്ങാം. അച്ഛൻ, ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. നമുക്ക് മറ്റന്നാൾ മേലത്തമ്പലത്തിലല്ലേ ഉത്സവം? മേലത്തമ്പലത്തിലാണ് പരിപാടി. ഞാൻ ഇന്നലെ അതിലെ പോയപ്പോഴേ ഭയങ്കര ആഴി. അയ്യോ, ആ അഴി കണ്ടോണ്ട് ഞാൻ പൈസ ഇട്ട് അവിടെ തൊഴുതോ? പക്ഷെ ആഴിപൂജ അല്ലായിരുന്നല്ലേ അവിടെ. തലേ ദിവസം പരിപാടി നടത്തിയവരെ വണ്ടി കത്തിച്ചതാ. അല്ല, എന്നാലും പിന്നെ സംശയം. നമുക്ക് അന്ന് തന്നെയല്ലേ നമ്മുടെ കഥാപ്രസംഗം അവിടെ. രാജു ഒരു പെട്ടി മുട്ടയും കൊണ്ട് പോയിട്ടുണ്ട്. അമ്പലത്തിലോട്ടാണോ?
വെറുതെ അമ്പലത്തിലോട്ടല്ല. അതിനാ? കാരണം ആ അമ്പലത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ കടയിലെയും മുട്ട, തക്കാളിക്ക അത് മൊത്തം ഞാൻ വാങ്ങിച്ചാണ്ട് ഈ മൂല കൊണ്ടുവന്ന് അതോ? വെച്ചിട്ടുണ്ട്. ഏതവനാ നീ വാങ്ങിച്ചത്? അപ്പൊ അവിടെ നമ്മൾ സേഫ്. അവിടെ നമ്മൾ സേഫ്. ആശാനെ ഒരു സംശയം ചോദിക്കട്ടെ, എന്താ സൂക്കടില്ലയോ? ഇവ വന്നതേ ഉള്ളൂ. എന്നോട് ചോദിക്കുന്നത് എനിക്ക് തോക്കാണ്. ആശാനെന്താ സൂക്കേട്? കമ്മേറ്റിക്കാർക്ക് നിങ്ങൾ കൊടുക്കത്തില് പണം വെച്ച അയ്യോ, ഷോക്കാട്. അതില്ലയോ? ഷോക്കാടുണ്ട്. തോക്കാടുണ്ട്. അത് എന്റെ തലയുണ്ടോ? നിന്റെ ആശാന്റെ തല ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് മതി. പോരെ? ആദ്യം നമ്മുടെ തല എല്ലാം ഉണ്ടോ നോക്കട്ടെ. അതങ്ങോട്ട് തുടങ്ങാം. പൗഡർ എടുത്തിട്ട് കളിക്കാതെ നിന്ന് വായിക്കാൻ നോക്ക്. പ്രശാന്ത് ഇതെന്തുവാ ഇത്? കുഴപ്പമില്ല, ഒന്ന് തുടങ്ങി വെച്ചുകൂടെ. നാളെ മറ്റോ വന്ന് പൊരിച്ചാൻ കയറ്റും. ഹൃദയ സരസിലെ സഹൃദയരെ ചെരുപ്പിട്ട കാവ് ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു. എന്റെ നടിയല വിനോദിനെ വിളിക്കാൻ. വേണ്ട, വിളിക്കണ്ട, ഞാൻ അടിക്കാം. അടി പറ. തുടങ്ങ്. വിശ്വവിഖ്യാതനായ ആ. ജോൺ വിസ്താരയുടെ മംഗോണിയ മിക്കോവിയ എന്ന പുസ്തകത്തിലെ നോവലിനെ ആസ്പദമാക്കി കഥാപ്രസംഗ രൂപേണ അണിയിച്ചൊരുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. നീ എന്തിനു വന്നതാ? എടാ, ഇതെല്ലാം ഉണ്ടാക്കാവോ? അടിക്കണം ഇപ്പം. വേണ്ട, നാളെ അടിച്ചാ മതി. അയ്യോ, ഞാൻ അടിക്കാം. നീ വന്നേ. എന്തുവാ? ആ വിനോദിനെ ഒന്ന് വിളി. വേണ്ട വേണ്ട ആശാനെ, ഞാൻ അടിക്കാം. അന്നാ അടിയില്ല. ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പേര് പറ. അണിയിച്ചെടുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. അത് തെറ്റി. ആഫ്രിക്ക പൂക്കണ്ടോ അല്ല, ഭൂഖണ്ഡം എന്നാ. എടാ, അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആഫ്രിക്കയിലെ ഒരു ഭൂഖണ്ഡം ഉണ്ട്. അവിടെ പൂക്കളാണ് കൃഷി ചെയ്യുന്നത്. പല തരത്തിലും പല നിറത്തിലുമുള്ള പൂക്കൾ. ആഫ്രിക്കയിൽ ഒരു കണ്ടെത്തി പൂ കൃഷി ചെയ്യുന്നു. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. ഞാൻ എന്നാരേ പറഞ്ഞില്ല. എടുക്ക്. എവിടെ ആഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തോടെ വാടക എടുക്കാനുള്ള ആസ്തി ഒന്നുമില്ല. എടാ, ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ആഫ്രിക്കയിലാണെന്നായി പറയാൻ വരുന്നത്. നിങ്ങൾ എന്തിനാ ഈ ഇടയ്ക്ക് പോയി വായിക്കാൻ പോയി കൊട്ടടാ. എന്തിനാ കണ്ട രാജ്യത്തെ കഥയൊക്കെ ഇവിടെ പറയുന്നേ? അത് ഞാൻ തീരുമാനിച്ചാലും മിണ്ടായിരുന്നു. അത് കൊട്ടുവാനേ കൊട്ട. പച്ചപ്പുത പറന്ന സസ്യങ്ങൾ, ഹരിതവർണ്ണങ്ങൾ ചാർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു നാടാണ് ആഫ്രിക്ക. ആര് പറയുക? ഞാൻ കഥാപ്രസംഗം പറഞ്ഞ ഞാൻ അങ്ങ് പറയുക. അതൊക്കെ അത്യാന്ന് ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാതിരിക്കാ നല്ലത്. അല്ല, ഒന്നും പറ. ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കൻ പായലുള്ള ആഫ്രിക്ക ആഫ്രിക്കൻ ഒച്ചുകൾ ആഫ്രിക്ക കേരളി കാതനമ എൻ കേരളം എൻ ആഫ്രിക്ക. അതാ ഇങ്ങോട്ട് നോക്കൂ. അന്നാ കഥാപ്രസംഗം നടക്കും ഇന്ന്. ചേട്ടാ, ഞാനത് ഓഡിയൻസിനോട് പറഞ്ഞാണ്. നമ്മളോടല്ല. അങ്ങ് അവിടെ ഒരു കണ്ടം. ആ കണ്ടത്തിൽ പല പല നിറത്തിലുള്ള പൂക്കൾ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. അതാണ് ആഫ്രിക്കൻ പൂക്കണ്ടം. വേണ്ട, ഇത് ശരിയാകത്തില്ല. അവൻ അടിക്കുന്നില്ല. അടിക്കണോ? ഒന്നുകൂടെ പറ. വിനോദ്, നിന്റെ ഈ കൈയില്ലയോ, ഇതിലോട്ട് ഇങ്ങനൊന്നും മുട്ടിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലയോ? നിന്നോട് പിന്നെ എന്തോ അവൻ പറഞ്ഞു വിട്ടേ. ആ പൂക്കണ്ടം പറയുമ്പോ അടിക്കട്ടോ. തവല അടിക്കാനേ പറഞ്ഞുള്ളൂ. തവല വരയ്ക്കാൻ പറഞ്ഞ ഇത് പിന്നെ ആരുണ്ടാക്കും? നിന്റെ പേരെന്തുവാ? ഇതൂടെ അടിക്കണം. തവല അടിക്കണോ? തവല അടിക്കാനേ പറഞ്ഞു വിട്ടോളാം. എന്തുവാ പിന്നെ ഞാൻ വിളിക്കട്ടെ? വേണ്ട അടിക്കാം, ഞാൻ അടിക്കാം. രണ്ടും അടിക്കണം. ആഹാ, അത് മുമ്പോട്ട് പോട്ടെ. ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം കണ്ടം ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം 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 ആഫ്രിക്കൻ പൂക്കണ്ടം. കണ്ടം 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 കണ്ടം. എത്ര കണ്ടമുണ്ട് ഇവിടെ ഇതിനകത്ത്? ഞാൻ ചോദിക്കാൻ ഇപ്പൊ കണ്ടം എത്ര ഉണ്ട്? 2 ഏക്കർ. അതല്ല, എത്ര പ്രാവശ്യം കണ്ടം പാടുന്നുണ്ട്? എടാ, 3 വട്ടം പാടിയാ മതി. കണ്ടം 3 പ്രാവശ്യം ഉള്ളൂ. ഓക്കെ. ആശാനെ ഒരു സംശയം. എന്തോ? പൗഡർ മാത്രമേ ഉള്ളൂ, കണ്ണടിയും ചീപ്പുമില്ല. അവൻ ഒരുങ്ങാൻ വന്നാണ്. വേണ്ട. എടാ പൊട്ട, അത് അതിനകത്ത് ഇടാനുള്ളതാ. ഏതിനകത്ത്? ഈ തമിഴിന്റെ കൈക്കകത്ത് ഇടണോ? എന്തുവാന്ന് പറ. നാളെ റിഹേഴ്സൽ ചെയ്തിട്ട് വേണം നാളെ അവിടെ കയറി. കൊള്ളാം. ഇവിടെ ചുറ്റിയിലൊക്കെ കൊണ്ട് വെച്ചേക്കുവാ. ചുറ്റിക തമിഴയുടെ ആടാ. എന്താ പദവാടാ ഇത്? വിളി വിനോദിനെ. നിന്നൊരു റിഹേഴ്സൽ അല്ലയോ? നാളെ അവൻ വന്ന് ഒരിച്ചം കയറ്റും. പൊരിച്ച് കയറ്റിക്കോട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക. അതിമനോഹരമായ ഒരു സുപ്രഭാതം പടക്കം ഒന്ന് പൊട്ടി വിടർന്നു.
എടാ പടക്കം ഒന്ന് പൊട്ടിയെന്ന് സുപ്രഭാതം എന്തോ എടുത്തോണ്ടിരിക്കുക പടക്കം നടി അത് പടക്കം അടിക്കണോ? ആ ഒന്നോടന്ന് സുപ്രഭാതം പൊട്ടി. പൊന്നു പ്രശാന്തെ, രണ്ട് സുപ്രഭാതം പറ്റത്തില്ല, ഒരു സുപ്രഭാതമേ ഉള്ളൂ രാവിലെ. ഒന്ന് സഹകരിക്ക അവനോട്. സുപ്രഭാതം പൊട്ടിയവറാ. സുപ്രഭാതം പടക്കമൊന്ന് പൊട്ടി വിരിഞ്ഞു. പടക്കോ സംഭവത്ത് പക്ഷെ ഞാൻ ചെയ്തില്ല. നീ അവനെക്കാട്ടിലും മോശമായി വരികയാണ്. ഞാൻ ഈ ഭരിക്കാൻ പോകുന്നോണ്ട്. ആ ഭരിക്കാൻ പോകണ്ട, നീ വായിച്ചു വിട. അടുത്തത് ഞാൻ പറയും. എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച. ആ പട 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 പുറകോട്ട് മാറ്റേ പുറവശം ശരിയാ. അങ്ങേ സൈഡ് ശ്രദ്ധിച്ചോണം, ഈ സൈഡിൽ വണ്ടി ഒന്നും പ്രശാന്തേ, അതേത് കിളിയാ? ഇത് നമ്മുടെ അമൃത ബസ്സിലെ ബിജു ഇല്ലേ കിളി. എടാ അമൃത ബസ്സിലെ കിളിയല്ല, പ്രകൃതിയിൽ നിന്നൊരു കിളിയുടെ ഒച്ച കേട്ടു. പ്രകൃതിയിൽ നിന്നോ? അപ്പം മറ്റേ അതല്ല. ഓയ് ഓയ് എന്റെ കഥക്കകത്ത് മീൻകാരനുണ്ടോ? എന്ത് കിളിയാണത്? അന്ന് ഒന്നുകൂടെ പറ, കിളിയുടെ കാര്യം പറ. എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച. അയ്യോ, വന്ന കിളിയോടെ പറന്നു പോയി. വന്നിരുന്ന കിളിയെ കൂടെ പറത്തി കളഞ്ഞു. ഞാൻ ഇനി പതുക്കെ അടിക്കാം. ഒരു കഥാപ്രസംഗം കൊണ്ട് കളയുന്ന കണ്ടോ? എന്തോ ചെയ്താലും സഹിക്കത്തില്ല. അടുത്തത് ആണ് അങ്ങകലെ. പറഞ്ഞാട്ടെ. മലമേലെ എന്റെ സന്നിധാനം ഇന്നിവിടെ താഴ്വരയിൽ ഏകാന്ത സന്നിധാനം. ചലനം 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 സ്വാമി. അയ്യോ, എന്റെ കഥാപ്രസംഗം ഭക്തിഗാന സുതയാക്കുന്നേ. എന്താ പ്രശ്നം? എടാ ഇത് ഭക്തിഗാന സുതയാണോ? എന്റെ കഥാപ്രസംഗമല്ലയോ? ഞാൻ അങ്ങനെ എന്തിനാ നിർത്തിയേ? അത് പറഞ്ഞു തുടങ്ങണ്ടേ? അതിന് മുമ്പൊക്കെ ശ്രദ്ധിക്കേ. അങ്ങകലെ അതാ ഒരു ആഫ്രിക്കൻ നദി ഒഴുകുന്നു. അതിൽ നിറയെ ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച്, ആഫ്രിക്കൻ മുഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ. അതാരാണെന്ന് അറിയണ്ടേ? ആശാൻ മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ ഈ കൈ ഉണ്ടല്ലോ, നീ 24 മണിക്കൂർ ഇങ്ങനെ നിൽക്കാതെ നീ ഇങ്ങനെ ഇതൊന്ന് അടിയൊന്ന്. എന്നാ ഇത് ആർക്കേലും ഒരെണ്ണം കൊടുക്ക. മനോജെ, ചിലപ്പോ ഞാൻ ഒരെണ്ണം മറിച്ച് വെക്കും. അന്നാ അടിക്കണം. വിനോദാശ അറിഞ്ഞ കുഴപ്പമാ. എവിടെ വരെയായി? മുഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ. അതാണ് നമ്മുടെ കഥയുടെ നായകൻ, ആഫ്രിക്കൻ ശശി. എന്റെ പൊന്നു പ്രശാന്ത, നീ അവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു വിടാ. ഇനി പാടിക്കണ്ട പോ. നീ ഇനി അടിച്ചാ നിന്നെ ഞാൻ അടിക്കും. ഞാൻ ഓടിച്ചു വിട്ടോളാം. ശശി പിടിച്ച മുഷിയെ വാങ്ങാൻ ഓടി വരുന്നത് ആരാണെന്ന് അറിയട്ടെ? പിന്നെ ഞങ്ങൾ രണ്ടു അറിയണ്ടേ? അതാണ് നമ്മുടെ കഥാനായിക ആഫ്രിക്കൻ ശാന്ത. അവിടെ എടാ ശാന്ത വന്നേ. അന്നറിയാലും ഒരു 4 അടി അടി. നാലടിയോ? ശാന്തക്ക് 4 അടി നീളം വന്നല്ല പറഞ്ഞേ. ശാന്ത ഒരു പെങ്കൊച്ചോടി വരുമ്പോ അവിടെങ്കിലും ഒന്ന് നീ റെഡിയാക്കി കൊടാ. ഒന്നുകൂടെ പറ. അതാണ് നമ്മുടെ കഥയുടെ നായിക ആഫ്രിക്കൻ ശാന്ത. ശാന്തയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അറിയാതിരിക്കും നല്ലത്. ഇല്ലാതെ അവിടെ ഇരുന്നോണം. പൈസ തരാനുള്ള പൈസ കൂടെ ഞാൻ പിടിച്ചു നോക്കും. ശാന്തയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ വർണ്ണ മനോഹരമേനിയാകെ ചെമ്പട്ടണിഞ്ഞൂഞ്ഞൂറിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവസന്തത്തിൽ ലാവണി. പക്ഷേ എനിക്ക് അത് കേട്ടിട്ട് അങ്ങ് ചൊറിഞ്ഞു വരുന്നു. ഒരു കാര്യം ചെയ്യും, ആ 2 ലൈൻ പാടിക്കും, ഞാൻ വായിക്കാം. അവിടെ പോ. മറ്റേ പറഞ്ഞ കട്ട പോയി അതി പിടിക്കാനോ? പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചാ മതി. അവിടെ അവിടെ ഒന്ന് വർണ്ണ മനോഹരമേനിയാകെ ചെമ്പട്ടണിഞ്ഞൂഞ്ഞൂറിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവസന്തത്തിൽ ലാവണിയോ. ഇങ്ങനെ അടി ഇങ്ങനെ അടി ഇങ്ങനെ അടി അങ്ങനെ അടി അങ്ങനെ അടി എന്നെ കലിപ്പ് കയറ്റാൻ അങ്ങനെ അടി. ഇത് മതിയെന്ന് എനിക്ക്. ഇതാകുമ്പോ സുഖിച്ച് ഞെക്കാലോ. അത് വേണ്ട. അതാണ് ശാന്ത. അതിന്റെ ബാക്കി തൊട്ട് പഠിക്കേ. ഇനി അവളുടെ മുടിയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ എന്തോ എന്തോ അവളുടെ കാർക്കൂന്തലിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇതുപോലൊരു 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 മുടിഞ്ഞ മൂടി കണ്ടിട്ടില്ല. ഇതുപോലൊരു മുടിഞ്ഞ മൂടി കണ്ടിട്ടില്ല. അഴിച്ചിട്ട താഴെ കിടന്നിഴയും ഇതുപോലൊരു മുടിഞ്ഞ മൂടി കണ്ടിട്ടില്ല. അഴിച്ചിട്ട താഴെ കിടന്നിഴയും ഇതുപോലൊരു 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 എത്ര ഇതുപോലൊരുണ്ട്? ഇതുപോലെ ഒന്നേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മുടിഞ്ഞ അന്നേരം എത്ര എണ്ണം ഉണ്ട്?
ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുടിയാൻ വന്ന് നിൽക്കുമല്ലേ? അത് പോട്ടെ, അടുത്ത ഭാഗം തൊട്ട് അങ്ങോട്ട് തുടങ്ങാം. അടുത്ത ഭാഗം പറ. ഒരു പണിക്കും പോകാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശശിയുടെ മാമൻ ഒരു കൃഷിക്കാരനായിരുന്നു. മുണ്ടും മുറുക്കി ഉടുത്ത് അതിരാവിലെ പണിയായുധമായി കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ശശിയുടെ മാമൻ ഇപ്പോൾ ആരായി? ശശിയായി, വയസ്സനായി. വയസ്സനായി. അതെ, വയസ്സനായി. തലയ്ക്കു വേദന, കാലിൽ നീര്, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു അതെയാ, അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ശാന്തിയുടെയും ശശിയുടെയും പ്രണയം വളർന്ന് പന്തലിച്ച് അങ്ങ് പോയി. പന്ത് കളിച്ചതാരാ? നിന്റെ ഉപ്പാപ്പൻ. പറഞ്ഞപ്പോ എന്തിനാച്ചേ? നിന്റെ ഉപ്പാപ്പ അതാ പറഞ്ഞേ, അവൻ അസ്ഥാനത്ത് കയറ്റിയായി തബല വായിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ പോയി വായി. ഒരു ദിവസം പതിവ് പോലെ അതിരാവിലെ തന്നെ നേരം വെളുത്തു. ശാന്ത മുറ്റത്തിറങ്ങി ഭൂമിദേവിയെ തൊട്ടുതൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞ? അത് ഞാൻ പറഞ്ഞോളാം. MDMA കാർട്ടൂണേ, എന്റെ അമ്മേ കാത്തോണേ. അത് പറ. ഞാൻ രാവിലെ വന്നു കയറിയുള്ള കേസൊക്കെ പിടിച്ചു നോക്കാൻ. ഞാനും പേടിച്ചില്ലയോ? ഈ ആഫ്രിക്കൻ ശാന്ത ഇത്രയും വളർത്തിയത് അവളുടെ ആഫ്രിക്കൻ അപ്പച്ചിയാണ്. ആഫ്രിക്കൻ ഒച്ചന്ന് കേട്ടോ. പിന്നെ ആരെങ്കിലും ആഫ്രിക്കൻ അപ്പച്ചി ഉണ്ടോ? നിനക്ക് അപ്പച്ചി ഉണ്ടോ? എനിക്ക് അപ്പച്ചി ഉണ്ട്. എവിടെ അപ്പച്ചിയുടെ വീട്? കൊല്ലത്താ. നീ അപ്പച്ചി എങ്ങനെ വിളിക്കുന്നത്? കൊല്ലത്ത് അപ്പച്ചിന്ന്. അപ്പൻ ആഫ്രിക്കയിലുള്ള അപ്പച്ചെ ഞാൻ ആഫ്രിക്കൻ അപ്പച്ചെന്ന് വിളിച്ച നിലക്കണ്ടു എത്ര അപ്പച്ചിയുടെ ഒരു വലയത്തിലായിരുന്നു അവൾ. അതുകൊണ്ട് കഥാനായകനെ ശരിക്കും അവളെ ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും പറ്റത്തില്ല. അതിനാൽ ശശി അടുത്തോട്ട് വരുമ്പോൾ അവൾ പറയും, അന്നാം പാച്ചിയെ അപ്പച്ചി ദോ ദോ ദോ, അപ്പച്ചിയെ അപ്പച്ചി ദേ ദേ ദേ, അപ്പച്ചിയെ അപ്പച്ചി പോ, അപ്പച്ചിയെ. ഞാൻ പറയുമ്പോൾ അപ്പച്ചി അതാരുടെ അപ്പച്ചി അവിടെ ഇരിക്കുന്നത്? വേറെ അപ്പച്ചി. ഓഡിയൻസിന്റെ അകത്ത് പല അപ്പച്ചികളും വന്നിരിക്കും. നമുക്ക് ഈ കഥയ്ക്കകത്തെ അപ്പച്ചി മാത്രം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞ കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് വല്ലാത്തൊരു നോട്ടത്തോടെ ശശിയുടെ അമ്മാവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പറയുന്നു. മാമന്റെ പന്ന നോട്ടം കണ്ട ശശി ശാന്തയോട് ഇങ്ങനെ പറഞ്ഞു. ഓ മാമൻ 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 ശാന്തേ മാമൻ, ഓ മാമൻ 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 ശാന്തേ മാമൻ, ഒരു നോട്ടം കണ്ടോ നീ, ഒരു നെൽപ്പൂ കണ്ടോ നീ, ഇതിനെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ശാന്ത ശശിയോടായി പറഞ്ഞു. എന്താ പറഞ്ഞു? മാമനിപ്പം എന്തിനാ കൂടെ നോക്കുന്നേ, കാലക്കേടു ചുറ്റിയോ? മാമനിപ്പം എന്തിനാ കൂടെ നോക്കുന്നേ, കാലക്കേടു ചുറ്റിയോ? പക്ഷേ ഒരു സാധനം അവൻ അടിക്കുന്നേ ഇല്ല. വിനോദനെ വിളി. വിളിക്കല്ല, മാഷിനെ വിളിക്കല്ല, ഞാൻ അടിക്കാം. എടാ ശ്രദ്ധിച്ചിരുന്ന അത് വായിക്കേ. അപ്പോൾ അങ്ങ് അകലിൽ നിന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശാന്തേ നിന്റെ അപ്പച്ചിക്ക് വയ്യ. നിക്ക്. ഒരു തള്ള വയ്യാതെ കിടക്കുമ്പോ കിടന്നിട്ട് തബല അടിക്കുന്നു. തള്ള വയ്യാതെ കിടക്കുന്ന നീ അറിഞ്ഞോണ്ടാ തബല അടിക്കുന്നു. എടാ നിനക്ക് ഈ അവസ്ഥ നിന്റെ വീട്ടിൽ ഒരാൾ വയ്യാതെ കിടക്കുക, നീ തബല അടിക്കുവോ? ഞാൻ അടിക്കത്തില്ല. എന്താ അടിക്കാത്ത? അവിടെ തബല ഇല്ല. അപ്പൊ നീ അടിക്കും. അയ്യോ മതി, നീ പെട്ടി വായിക്ക. പെട്ടി അവൻ ചത്തോ? എന്തിനാ പെട്ടി വാങ്ങിക്കാൻ? എടാ പെട്ടി വായിക്കാനോ? ശരി, ഞാൻ അതൊന്ന് പിടിക്കുവന്നേ. ശാന്തയുടെ അപ്പച്ചിക്ക് പനി പിടിച്ച് വിറച്ചു കിടക്കുന്നു. അയ്യോ, അത് കേട്ടതും അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വീട്ടിലേക്ക്. എടാ ഓടുമ്പേലൊന്ന് അടി. അതിനൊന്ന് അടിയടാ, ആ കൊച്ചു ഓട്ടമാടാ വീട്ടിലോട്ട്. മതി, ഓടി വീട്ടിലെത്തി. അവിടെ ചെന്നോ? വീട്ടിലെത്തി പറയണ്ടേ. പിറ്റേ ദിവസം ശാന്തയും ശശിയും കണ്ടുമുട്ടി. ശശി ചോദിച്ചു. എന്താ ചോദിച്ചു? ഇനിയും ഞാനൊരു സത്യം തുറന്നു പറയട്ടെ? പറഞ്ഞോ. പറയൂ ശശി ചേട്ടാ, നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. ആദ്യം തുടക്കത്തിൽ ഒരു ഭക്തിഗാന സുധയിൽ കൊണ്ടെത്തിച്ചു. ഇപ്പൊ ഒരു ധരണയിലാക്കി വെച്ചിരിക്കുക. അന്നിനെ പിന്നെ അങ്ങനെ പറഞ്ഞത്? അത് ഞാനല്ലേ അതിന്റെ സീൻ പറയുന്നത്. നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി. നമുക്ക് ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം.
ഇത് കേട്ടതും അവളുടെ കണ്ണിൽ മാത്രം രാത്രിയായി. ബാക്കിയുള്ളവരെല്ലാം കണ്ണി പകല്. എടാ അവളെ കണ്ണി ഇരുട്ട് കയറി. അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വെരിക്കോസിന് ആരംഭം വിട്ടു. നട്ടക്കാട്ടുച്ചയ്ക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു. സത്യം പറഞ്ഞാൽ തീരാൻ പോവാ. ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ശശിയുടെ വായിൽ പഴം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് പെരുക്കാൻ അറിയാമോ? എന്നെ ഒന്ന് തൊട്ട് നോക്ക്, അപ്പൊ ഞാൻ പെരുക്കും. ആ പെരുക്കല്ലടാ, കബലയിൽ നിനക്കൊന്ന് പെരുക്കാൻ അറിയാമോ? അത് പെരുക്കാം. നീ ഞാൻ പെരുക്കിക്കോളാം. ഞാൻ പെരുക്കാം. നീ പെരുക്കണ്ടല്ലോ, ഞാൻ പെരുക്കാൻ പെരുക്കി കാണിക്കാം. ഇനി ഞാൻ ഇത് തരത്തില്ലേ? പിന്നെ കളിക്കാതെ പോയാ അത് വായിക്കാൻ. ഇതേ പിടി ഈ വിരല് വിട്. അല്ലെ അധികം പിടിക്കേ. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ, എവിടേലും പോയങ്ങു തൊലഞ്ഞാലല്ല, എവിടേലും പോയങ്ങു തൊലഞ്ഞാലല്ല, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ. സാധനം കേട്ടോ, നിന്റെ ആശാനെ വിളിച്ചോണ്ട് നീ ഞായറാഴ്ച എന്റെ വീടിന്റെ രാവിലെ പറയണം. നിന്റെ ചെവിക്കുറ്റിക്ക് 2 എണ്ണം തരാൻ. ഇതും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി. ഇതറിഞ്ഞ അപ്പച്ചി കോപം കൊണ്ട് ജ്വലിച്ചു. ജോലിക്ക് വാ അവിടെ. അവൾ അപ്പച്ചി ജ്വലിച്ചോണ്ടിരിക്കുവാ അവിടെ. ജ്വലിച്ചു. വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, LSI-കാരന് 1000 രൂപ, ലോണുകാരന് 2500 രൂപ. അതെ സാധനം. എടാ ഇത് ഇവള് ഇതിനകത്ത് കൊണ്ട് എഴുതി വെച്ചവിടെ കണക്കെല്ലാം. ആശാന്റെ പെണ്ണുമ്പളെ പറ്റെഴുതി വെച്ചേക്കും അതിനകത്ത് കൊണ്ട്. അയൽക്കൂടത്തിന് പൈസ വരട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോയി വാ, ഞാൻ ബാക്കി കാര്യം വൈകിട്ട് നോക്കിക്കോളാം. കളം വിട്ട് പിടിക്കാതെ. വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്നോ പറഞ്ഞേ? ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു, എന്റെ മകളെ ചതിച്ച അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഉദിച്ചുയർന്നു മാമലമേലെ അടിയനൊരാശയമെന്നും ഈ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്തരം. എന്താ ഞാൻ കാര്യം ചോദിക്കട്ടെ? ശാന്തേ, നീ എന്റെ കൂടെ 7-8 വർഷമായിട്ടുണ്ട്. എനിക്ക് കിട്ടുന്നതെല്ലാം നിനക്കും കിട്ടുന്നുണ്ട്. അത് ഞാൻ മേടിക്കുന്നുണ്ട്. എന്നോട് വല്ല പകവ നിനക്കുണ്ടോ? പിന്നെ എന്തിനാ ഈ കഥാപ്രസവം ഭക്തിഗാനമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഉദിച്ചുയർന്നു അങ്ങനെ എന്തിനാ വെച്ചത്? അതിന്റെ വാക്ക് ഞാനല്ലയോ പറയുന്നത്. അന്ന് അത് ലെവലിൽ പറ. ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു, എന്തുവാ? എന്തോ മുടിഞ്ഞ ചൂട്. ചൂട് വകവെക്കാതെ ഇരുവരും ശശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ശശിയുടെ വീട്ടിലെത്തിയപ്പോൾ പൂരത്തല്ല്. ശശി മാമനെ തല്ലുന്നു, മാമൻ ശശിയെ തല്ലുന്നു, ശശി ശാന്തയെ തല്ലുന്നു, ശാന്ത മാമനെ തല്ലുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല. ഇണക്കത്തിൽ അപ്പച്ചിക്കും കിട്ടിയ ഒന്ന്. വയ്യാത്ത കള്ളക്ക് ഇത് എന്തിന്റെ കേടാന്നൊന്ന് പറയാം. എനിക്കറിയത്തില്ല, അത് അവരോട് ചെന്ന് പറയണം. വയ്യാത്ത കളന്നല്ലേ അവര് ഇടക്കേറിയത്. അതറിയത്തില്ല, അവര് കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട്. ഉത്തരവാദിത്വം ഉണ്ട്. നിന്റെയൊക്കെ കൂട്ടല്ല. വയ്യാതെ കിടക്കുന്നില്ല. ഒരു തുള്ളി വിഷം എവിടെ പോയി നിൽക്കി വരാൻ ഒരു തുള്ളി വിഷം വാങ്ങാൻ പോലും കാശില്ലാതെ ശാന്ത വിഷമിച്ചു. അത് മൈക്രോ ഫിനാൻസ് അടുത്ത് കൊടുത്താൽ ലോൺ കിട്ടുമല്ലോ പറയാണെങ്കിൽ. എടാ അന്നാലും പ്രശ്നമാ. ഇവര് ഈ വിഷം കഴിച്ച് ചത്തുപോയി ലോൺ ആരടയ്ക്കും? അതാ ഗ്രൂപ്പ് ലോൺ കൊടുക്കുന്നേ. ആ ഗ്രൂപ്പിൽ മേടിക്കോളും. അത് ചത്തുപോയി മറ്റുള്ളവർ അടയ്ക്കണം. പിന്നെ അടയ്ക്കണം. അങ്ങനെ ആവശ്യം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ നായിക പെണ്ണിനെ ഒരു വിധത്തിൽ കൊല്ലാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുവാ. ഇതിനെ വിഷം കൊടുത്തു കൊല്ലാൻ നിനക്കൊക്കെ എന്തോ പാവികളാടാ നിങ്ങൾ. അല്ല അങ്ങനെയും കഥ അങ്ങ് തീരുമല്ലോ. എനിക്ക് വരുന്ന പക്ഷം ഇതിന്റെ 2ാം ഭാഗം പിടിക്കണം. അതിനെങ്ങനെയും ഒപ്പിച്ചോണ്ട് വരും. ഉടനെ വിഷം വാങ്ങിക്കാൻ പൈസ കൊടുക്കാം. തീർക്കാൻ നോക്ക്. ശശിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു നടന്ന ശാന്ത, അപ്പോഴാണ് ശാന്തയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത്. അവൾ അത് ചെയ്തു. ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ അവൾ എടുത്തു ചാടി. പെണ്ണ് ആറ്റിൽ വീണ് ചാകാൻ തോന്നുമ്പം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. നീന്താനൊന്നും അറിയത്തില്ല. നീന്താ നിന്നോട് പറഞ്ഞോ? എടാ ഇതിനകത്തൊന്നും അടിക്കണ്ടേ, വെള്ളത്തിലല്ലോ ചാടിയേ. ഒരു കാര്യം ചെയ്, ഒന്നുകൂടെ കേറാൻ പറ. തള്ളിയിട്ട് ഒരു വട്ടം കൂടെ. പെങ്കൊച്ചിന്റെ ജീവൻ വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. അതും ഓർത്തോണം മക്കളെ. എടാ വെള്ളത്തിൽ ചാടി പറയുമ്പോ അടിച്ചോണം. ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ എടുത്തു ചാടി.
പോയി. എന്തോ നിങ്ങൾ അടിച്ചില്ല. അയ്യോ ഞാൻ ചെയ്തു നിങ്ങൾ വായിച്ചില്ല അടിച്ചില്ല. ഞാൻ വായിച്ചില്ല ആ കൊച്ചിന്റെ അടുത്ത് ഒന്നുകൂടെ കയറി വരാൻ പറ. ഒറ്റ പ്രാവശ്യം എനിക്ക് ഒരു മഹാപാപമാ ഞാൻ ചെയ്യുന്നത്. എന്തുവാ ഒരു പെൺകൊച്ചിനെ 2 വർഷം ഇപ്പം കായലിൽ ഞാൻ തന്നെ തള്ളിയിട്ടു കേട്ടോ. പിന്നെ നിങ്ങൾ രണ്ടിന്റെയും ആവശ്യപ്രകാരം ഞാൻ തള്ളിയിടാം ആറ്റിൽ 3ാമതൊരു പക്ഷം. പക്ഷേ നിങ്ങൾ രണ്ടും അത് ഏറ്റോണം. എന്തോ സംഭവം പറ. കാരണം വരുന്ന വർഷവും എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കഥയുണ്ടാക്കി എനിക്ക് അവതരിപ്പിക്കാനുള്ളതാ. അപ്പൊ ചാകാതിരുന്നാ പോരെ? ചാകരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എടുത്ത് ചാടേണ്ട പിന്നെ ആശാന്റെ കാര്യം ചെയ്യ്, നിരക്കി അങ്ങോട്ട് താട്ടൊന്നിട്ടാ മതി. ബാക്കിയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ചൊന്ന് അടിക്കണമല്ലോ. ആഫ്രിക്കൻ കായലിലേക്ക് എടുത്തു ചാടിയവൾ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കുന്നു കേട്ടാ. ഓണോ? ആ എന്റെയാ. അത് തായ്ലൻഡ് ആക്കി വെച്ച തായ്ലൻഡല്ല, വൈപ്പർ ഇട്ടേക്കോ. ഹലോ, ആ പറഞ്ഞു ചേട്ടാ. അയ്യോ അതെന്താ പറ്റി? ഇവിടെ ഉള്ളൂ ചേട്ടാ, ആഗ്രഹിച്ചിരിക്കുവായിരുന്നല്ലോ. ആ മാറ്റി വെച്ചോ ആശാനെ. പാളി പാളി പാളി. എന്തുവാ? അവർക്ക് ഈ പ്രാവശ്യം പരിപാടിയില്ല. പരിപാടിയല്ല, കഥാപ്രസംഗം കാണുമല്ലോ. അതല്ല പരിപാടി, കഥാപ്രസംഗം ഉണ്ട്. പക്ഷെ അവർക്ക് കാതികന്റെ കഥാപ്രസംഗം മതിയെന്ന്. അതെന്താ? നമ്മള് കാതികരല്ലേ? നമ്മൾ ഗുഡായി പറഞ്ഞു. അയ്യോ ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? അണ്ണം പറ, എന്താ ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ. നീ തവരൊന്ന് വെച്ചേ. എവിടേലും പോയങ്ങ് തൊലഞ്ഞാലല്ല, ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ, ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ, എവിടേലും പോയങ്ങ് തൊലഞ്ഞാലല്ല, ഇനി എന്തിനാ ആശാൻ ജീവിക്കുന്നേ.